ഞാനെന്തിനാ ഇവിടെ വന്നത്? ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് അവരെന്തിനാ നമ്മളെ കൊണ്ടുവന്നത്? അപ്പൊ ഇവിടെ വന്നതും ഈ നടന്നൊക്കെ ഈ വണ്ടി ഇനി നിർത്താനേ പോകുന്നില്ല. എടി നീ ഒന്ന് സമാധാനിക്ക്. ഞാൻ 2 ദിവസം കഴിഞ്ഞെത്തും. നീ കാര്യം പറഞ്ഞ് വഷളാക്കല്ലേ ജാൻസി. എടി ഞാനും സിജോയും എബിയുടെ വീട്ടിലുണ്ട്. ഞാൻ വേണമെങ്കിൽ സിജോയ്ക്ക് കൊടുക്കാം, നീ ചോദിക്കും. ഞാൻ സംസാരിക്കാം. എടി ഇവിടെ ബാറ്ററി ചാർജ് ഇല്ല, ഞാൻ പിന്നെ വിളിക്കാം. ഓ മതി, വലിയ ചിരിയൊന്നും വേണ്ട. നിന്റെ ഭാര്യ ഡൈവേഴ്സും വാങ്ങിപ്പോയതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. എന്റെ പാട് എനിക്കല്ലേ അറിയൂ. ആ അത് പോട്ടെ, നീ എന്തിനാ നമ്മൾ രണ്ടാളെയും വരാൻ പറഞ്ഞത്? പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു കറക്കം. നമ്മൾ 3 പേരും പഴയതുപോലെ. കറക്കം എന്ന് പറയുമ്പോ എവിടെ? മ്യൂസിയത്തില? ഒന്ന് പോടാ അവിടെ നിന്ന്. മ്യൂസിയത്തിലോ? നേഴ്സറി പഠിക്കണ കുട്ടിയല്ലേ മ്യൂസിയം കാണാൻ പോവാൻ? നമുക്ക് ബീച്ചിലോട്ട് പോവാം. അവിടെ ആവുമ്പോ നല്ല കളേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതിലും നല്ല കളേഴ്സ് എന്റെ മൊബൈലിലുണ്ട്. നീ എക്സെൻഡർ ഓൺ ചെയ്യ്, ഞാൻ അയച്ചു തരാം. അതിന്റെ പേരിൽ നിങ്ങൾ തർക്കിക്കണ്ട. ഇത്തവണത്തെ നമ്മുടെ ടൂറ് കുറച്ച് അഡ്വഞ്ചറസ് ആണ്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. അതെവിടെ? പഞ്ചവൻകാട്. പാട്ടില? കുഴപ്പമില്ല, പക്ഷെ 3 തീരുമാനം വരുമ്പോ നറുക്കിടുന്നതല്ലേ നല്ലത്. ഓക്കെ. പഞ്ചവൻകാട്. എന്നാൽ അത് തന്നെ എങ്ങനെ വന്നത്? ഇനി നീ അത് നോക്കണ്ട, പോകേണ്ട സ്ഥലം ഫിക്സ് ആയി. വാ, എഴുന്നേക്ക്. നിനക്കിതൊന്ന് സർവീസ് ചെയ്തൂടാ? നിവിനെ വാടാ, വാ. ആ എ സി ഒന്നിട്. കേറ്. ഈ കാർ ഓർമ്മയുണ്ടോ? പണ്ട് ഈ കാറിൽ വെച്ച് നീയൊക്കെ ഒരു തമാശ കാണിച്ചതാ എന്റെ കുടുംബം പിരിഞ്ഞത്. പോവാ. ഹലോ ഗായത്രി, ഞാൻ ഡ്രൈവിംഗിലാണ്. ഹലോ രേവതി അല്ലേ? എടി എബിയുടെ കല്യാണം കഴിഞ്ഞടി, നീ ഇനി അവനെ വിട്ടേരെ. നിവിനെ ചുമ്മാ തരടാ, അവൾ ഭയങ്കര സെൻസിറ്റീവാ. എടാ ഇത് രേവതി അല്ല, മഞ്ജുവാ. മഞ്ജു, അവൻ തന്നെ വഞ്ചിച്ചടി. ഗായത്രി, ഇവര് ചുമ്മാ തമാശ പറയുന്ന കേട്ടോ, വെറുതെ വിശ്വാസി. ചുമ്മാ തരടാ ഗായത്രി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അതൊക്കെ അവര് വെറുതെ തമാശക്ക് പറഞ്ഞതാ. അതെനിക്ക് മനസ്സിലായി. മഞ്ജു, രേവതി, ഇപ്പൊ ഞാനും നിങ്ങക്ക് തമാശേ. ഇപ്പോഴും ഇതൊക്കെ അറിഞ്ഞ നീ നന്നായി. ഇങ്ങനെ സില്ലി കാര്യത്തിന് ഓവർ റിയാക്ട് ചെയ്യല്ലേ ഗായത്രി? എനിക്കൊന്നും കേൾക്കണ്ട, പറയാനുള്ളതൊക്കെ കോടതി പറഞ്ഞാ മതി. Hey mommy, hey mommy, hey mommy, hey mommy, hey mommy, you sexy. Hey mommy, you sexy. Hey mommy, you sexy. Hey mommy, you beautiful. Hey mommy, you sexy. Hey mommy, you sexy. Hey mommy, you sexy. Hey, can I get that number? Hey mommy, you sexy. Hey mommy, you sexy. Hey mommy, you sexy. Hey mommy, you beautiful. Hey mommy, you sexy. Hey mommy, you sexy. Hey mommy, you sexy. ഡാ, സ്ഥലം എത്തി, ഇറങ്ങിക്കോ. അപ്പൊ ഇതാണല്ലേ കാട്.
ഇതൊരുമാതിരി കാടാണല്ലോ. ഡാ എവിടെയാടാ ഇതിന്റെ എൻട്രി? ഏ ഇതിനങ്ങനെ പ്രത്യേക എൻട്രി ഒന്നുമില്ല. ഇവിടെ ഒന്നും ഒരു കട പോലും ഇല്ലല്ലോടാ. നീ പിന്നെ MG റോഡിലല്ലേ നിൽക്കുന്നത്. ഇപ്പൊ വരും ലോ ഫ്ലോർ ബസ്. ഡാ ഇത് കാടാ, പഞ്ചവൻ കാട്. നീ ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കല്ലേ. എന്തായാലും വീട്ടിലോട്ടൊന്ന് വിളിച്ചോട്ടെ. ഇവിടെ റേഞ്ചും ഇല്ലേ? ഇതെന്തോന്ന് സ്ഥലമാടാ? നീ ഞങ്ങളെ കൊല്ലാനാണോ കൊണ്ടുവന്നേ? ഇവ എന്തുവാടാ ഈ പറയുന്നത്? നീ വാ, വെറുതെ സമയങ്ങളാണ്. കറങ്ങാൻ പറ്റിയ സ്ഥലം കൊള്ളാടാ. ഇവിടുന്ന് കാട് സ്റ്റാർട്ട് ആവാണ്. വലത് കാല് വെച്ച് കയറിക്കും. നീ എന്തിനാടാ ഇടതുകാലം വെച്ച് കയറിയത്? അമ്മായിയുടെ വീട്ടിലേക്കൊന്നും അല്ലല്ലോ പോണത്. വാ. ഡേയ്, ഈ ജുറാസി പാർക്ക് ഇവിടെ തന്നെയാടാ ഷൂട്ട് ചെയ്തത്. കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. ഇതിലും നല്ലത് മ്യൂസിയം തന്നെ. ശവന്തീനി പക്ഷികൾക്ക് തീറ്റയാകാൻ വന്നതാണല്ലേ? ശവപ്പറമ്പാണിത്, ശവപ്പറമ്പ്, ശവപ്പറമ്പാണിത്, ശവപ്പറമ്പ്. ഈ കാട് ആരെയും ജീവനോടെ പുറത്തേക്ക് വിട്ടിട്ടില്ല. എന്തോന്നടാ ഇത്? ഇത് മറ്റവനാടാ. വാ നീ വാ. ഓ, പോഞ്ചായ്. നില്ല്, എന്നെ കൂടെ കൊണ്ടുപോ. നീ എത്ര തവണ ഇവിടെ വന്നിട്ടുണ്ട്? ഒറ്റത്തവണ. ഇന്ന് ഇന്ന് ഇന്നോ? അപ്പൊ നിനക്ക് ഈ കാടിന്റെ ഭൂമിശാസ്ത്രം ഒന്നും അറിയില്ലല്ലേ? ഇല്ല. അപ്പൊ വഴി തെറ്റോന്ന് ഉറപ്പായി. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോ ഒരു കൊക്കയുണ്ട്. അങ്ങോട്ട് പോയാ നീ എന്തോന്നാ കാണിക്കുന്നു? തോന്നിയ ദിവസം കാണിക്കരുത്. വഴി തെറ്റായിരിക്കും പൊരുകിട്ടത് ഇത്ര വലിയ കുറ്റമോ? അതിന് നീ എന്തിനാടാ ഇത്ര ചൂടാവുന്നേ? ചൂടായതല്ലടാ, ഇതിന്റെ പുറകെ ഏതെങ്കിലും കാട്ടുചന്ത് വന്നാലോ? അപ്പൊ ഇവിടെ കാട്ടുചന്തു ഉണ്ടോ? കാട്ടുചന്ത് മാത്രമല്ലടാ, മനുഷ്യനെ തിന്നുന്ന മനുഷ്യൻ വരെ ഉണ്ട് ഇവിടെ. അവിടെ അവിടെ ഒരു കാട്ടു മനുഷ്യൻ എന്നെ കണ്ടടാ. തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോവാടാ. എനിക്ക് പേടിയാവുന്നടാ. എബി വാടാ. എബി വാ, നമുക്ക് പോവാ. ഈ സ്ഥലം അത്ര ശരിയല്ല. വാ വാടാ. അങ്ങനെ പെട്ടെന്ന് പോകാനാണോടാ നമ്മൾ ഇത്രയും ദൂരം വന്നത്? ഇന്ന് ഇന്ന്
ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോ ഒരു കൊക്കയുണ്ട്. ഒരു തമാശ കാണിച്ചതാ എന്റെ കുടുംബം പിരിഞ്ഞത്. അപ്പൊ ഇതൊരു ട്രാപ്പായിരുന്നല്ലേ? ചതിയായിരുന്നല്ലടാ. എവിടെടാ സിജോ? എനിക്കറിയില്ല. നിനക്കറിയാം, പറയടാ. എന്തിനാടാ ഈ കത്തി? നമ്മളെ കൊല്ലാനല്ലടാ. എടാ നീ എന്തൊക്കെയാ പറയണേ? എടാ, സിജോ ഇല്ലാതെ നീ ഞാൻ ഇവിടെ പോവില്ല. വാ നോക്കാം. ആ, നടക്ക്. നീ മുമ്പ് നടക്ക്. ആ, ആ, സിജോ, 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 സിജോ. ജിവിനെ നോക്കടാ. സിജോ, അയ്യോ, എടാ അവരാരോ കൊന്നു തിന്നടാ. എഴുന്നേറ്റ് പോടാ. സിജോ, സിജോ, അയ്യോ, സിജോ. நான் சார் உங்களோட நண்பனா இது சின்னதான் போட்டுட்டா அப்படியே படுத்துட்டா இந்த பாவி. സിജോ എഴുന്നേക്കടാ. അളിയ ഈ മാമൻ മനുഷ്യത്തീനി അല്ലടാ, വലിയ ഉദാര മനസ്കനാ. എനിക്ക് ഷെയറില്ലാതെ സാധനം തന്നു. ഒരു കാര്യം ചെയ്യാം, നമുക്കിവിടെ അങ്ങ് കൂടാം. ഇല്ലേ മാമ? അടിക്കല്ലേ എഴുന്നേക്കടാ. கூட்டிட்டு போங்க എഴുന്നേക്ക. മാമ. பரவாயில்ல தம்பி, போயிட்டு வாங்க. നമുക്കിവിടെ ரொம்ப നന്ദി കൂടാടാ. இருக்கட்டும் இருக்கட்டும். നല്ല മാമനാ. മിണ്ടാതെ വാടാ. എന്നെ ഡാ, എബി. എന്തിനാ ചുമന്നോണ്ട് പോണേ? സോറിടാ. ആ അത് കുഴപ്പമില്ലടാ, നമ്മള് ഫ്രണ്ട്സ് അല്ലേടാ. യവനെ എങ്ങനെ വണ്ടിയിൽ കൊണ്ടെത്തിക്കുന്ന ഞാൻ ആലോചിക്കുന്നത്. അളിയ നമുക്കിവിടെ ഒരു കുടിലേറ്റാടാ, എന്നിട്ട് നമുക്ക് ഇവിടെ താമസിക്കാം. മിണ്ടരുത്, കൊല്ലും ഞാൻ. നീ ഒറ്റ ഒരുത്തനാ ഇതിനെല്ലാം കാരണം. ഡാ, എന്താടാ ആ കാണുന്നത്? അതൊരു പാറയല്ലേ? അത് പാറയല്ലടാ, അത് ആനയാടാ. ഓടിക്കോടാ. ആടാ ഇങ്ങോട്ട്.